ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ഭാര്യ, അല്ലെ എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം എന്ന് രണ്ടുപേരുടെ മൈൻഡിലും കാണും. ഒരു മാസ്ക് അണിഞ്ഞുകൊണ്ട് വളരെ ഹാപ്പിയാണ് എൻ്റെ ജീവിതം എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ചുകൊണ്ട് നമ്മൾ ശരിക്കും ഒരു യാത്ര ചെയ്യുമായിരുന്നു. എല്ലാവരും പങ്കെടുക്കണമെന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കപ്പിൾസ്. നിരവധി ഡൈവോഴ്സ് കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ഡൈവോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും രണ്ടുപേരെയും അവർ കടന്നുപോയ ഇമോഷണൽ ട്രോമയെ കണ്ടെത്തി നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് പറ്റും. എല്ലാവർക്കും നമസ്കാരം. ഇന്നർ ചൈൽഡ് സെൽഫ് ഹീലിംഗിലൂടെ ഒരുപാട് ആളുകളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന വന്ദന മാം ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. വെൽക്കം മാം. മാം, എന്താണ് ഇന്നർ ചൈൽഡ്, അതുപോലെ എന്താണ് ഇന്നർ ചൈൽഡ് സെൽഫ് ഹീലിംഗ്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ജേർണി. അതൊരു യാത്രയാണ്. ആരോടൊപ്പമുള്ള യാത്രയാണെന്ന് ചോദിച്ചാൽ നമ്മളോടൊപ്പമുള്ള ഒരു യാത്ര, നമ്മുടെ ഇമോഷൻസിനോടൊപ്പമുള്ള ഒരു യാത്ര, യഥാർത്ഥത്തിലുള്ള നമ്മളോടൊപ്പമുള്ള യാത്ര. നമുക്കറിയാം, നമ്മൾ ജനിച്ച നാൾ മുതൽ ഇപ്പം നമുക്ക് എത്ര ഏജ് ഉണ്ടോ ഈ നിമിഷം വരെ നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് സങ്കടകരമായ സംഭവങ്ങളും സന്തോഷകരമായ സംഭവങ്ങളും നിരവധി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ചില അവസരത്തിൽ നമ്മൾ അകാരണമായി പൊട്ടിത്തെറിക്കുന്നു, അകാരണമായി സങ്കടപ്പെടുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലൊരു ചോദ്യം ഉയരാറുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത്, എനിക്കെന്താ സംഭവിക്കുന്നത്? പണ്ട് മണിച്ചിത്രത്താഴില് ശോഭന ചോദിച്ച പോലെ എനിക്കെന്താ പറ്റിയത് അല്ലെ. പലപ്പോഴും നമുക്കതിന് ഉത്തരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ആ ഉത്തരം, എന്താണ് എനിക്ക് പറ്റിയത്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ശരിക്കും നമുക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗിലൂടെ കണ്ടെത്താൻ പറ്റും. അവിടെയാണ് നമ്മൾ അറിയുന്നത് ഞാൻ ആരായിരുന്നു, എന്തായിരുന്നു എൻ്റെ നീഡ്സ്. നീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇമോഷണൽ നീഡ്സും പറയണം, ഫിസിക്കൽ നീഡ്സും പറയണം. നമുക്ക് വൈകാരികമായ ആവശ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ശാരീരികമായ ആവശ്യങ്ങളുമുണ്ട്, ഫിസിക്കലായിട്ട് നമ്മൾ നേടേണ്ട പല ആവശ്യങ്ങളുമുണ്ട്. ഇതിനെ ഒന്നും തിരിച്ചറിയാതെ ഒരു മാസ്ക് അണിഞ്ഞുകൊണ്ട് വളരെ ഹാപ്പിയാണ് എൻ്റെ ജീവിതം എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ചുകൊണ്ട് നമ്മൾ ശരിക്കും ഒരു യാത്ര ചെയ്യുമായിരുന്നു. പക്ഷെ ഈ യാത്ര എവിടെയെങ്കിലും ഒക്കെ ഒന്ന് സ്റ്റക്കാവും, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാൻ തുടങ്ങുന്നത്, എനിക്കെന്താ പറ്റിയത്, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു. ആ ചോദ്യത്തിന്റെ യഥാർത്ഥ ഉത്തരം നമ്മൾ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ആരാണ്, യഥാർത്ഥത്തിലുള്ള നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ഒരു തിരിച്ചറിവിന്റെ യാത്രയാണ് ശരിക്കും ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേർണിയാണ്. നമ്മൾ ആ ജേർണി തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഇതായിരുന്നു ഞാൻ, എനിക്കിതൊക്കെ ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുന്നത്. ആ തിരിച്ചറിവിൽ ശരിക്കും നമ്മുടെ ജീവിതം തന്നെ എന്ത് ചെയ്യുന്നു, മറിയുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തുന്നു, നമ്മുടെ സാഹചര്യങ്ങൾ അനുകൂലമാകുന്നു, വളരെ ഹാപ്പി ആയിട്ട് ജോയ്ഫുൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ സഹായിക്കും നമ്മൾ ഇന്നർ ചൈൽഡിനെ അറിയാൻ തുടങ്ങുമ്പോൾ. ഇനി സെൽഫ് ഹീലിംഗ് എന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, സെൽഫിന് ഹീലിംഗ് ആവശ്യമുണ്ടോ? സാധാരണ നമ്മൾ എപ്പോഴും ആരിലേക്കാണ് ഫോക്കസ് ചെയ്യാറുള്ളത്? എന്തൊരു പ്രശ്നം വന്നാലും നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാനാണ് ഇരിക്കുന്നത് അല്ലെ. നിങ്ങൾ കാരണമാണ് എനിക്കിത് സംഭവിച്ചത്, നിങ്ങൾ കാരണം എൻ്റെ ലൈഫ് ഇങ്ങനെയായി, നിങ്ങൾ അങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാതെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ പാരൻസിലേക്ക് എപ്പോഴും നമ്മുടെ റെസ്പോൺസിബിലിറ്റി അവർക്ക് കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകും. പകരം നമ്മൾ ചെയ്യേണ്ട എന്താണ്, നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. എന്നിൽ എന്ത് ചേഞ്ച് വരുത്തിയാൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? നമുക്ക് ഒരു മനുഷ്യനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ശരിക്കും ഞാൻ വിചാരിക്കണം എനിക്ക് മാറണം എന്ന് ഞാൻ വിചാരിച്ചെങ്കിൽ മാത്രമേ അവിടെ ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ. അപ്പൊ സെൽഫ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഒന്ന് പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുവരിക. ശരിക്കും നമ്മളെല്ലാവരും ഒരു പ്യുവർ സോളാണ്. നമ്മുടെ ഈ ലൈഫിലൂടെ കടന്നു വരുന്ന സമയത്ത് പലതരം എക്സ്പീരിയൻസിൽ കൂടി കടന്നു പോകുമ്പോൾ ആ പ്യൂരിറ്റി നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ സെൽഫ് ഹീലിംഗിലൂടെ നമ്മളെ അറിഞ്ഞുകൊണ്ട് എവിടെയൊക്കെയാണ് ഞാൻ എന്നെ തിരുത്തേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് സെൽഫ് ഹീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഈ സെൽഫ് ഹീലിംഗ്, ഇന്നർ ചൈൽഡ് സെൽഫ് ഹീലിംഗ് ചെയ്യേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ഇപ്പൊ ഫാമിലി ലൈഫിലാണെങ്കിലും കരിയർ ലൈഫിലാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിലൊക്കെ ആണെങ്കിലും എല്ലാം ടോട്ടലി നമ്മൾ കാണുന്നത് ഓരോ പ്രശ്നങ്ങളാണ്.
ഒരാൾക്കൊരാളെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, കെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒരാൾ എക്സ്പെക്ട് ചെയ്യും പോലെ നമുക്ക് പെരുമാറാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ ഒന്ന് നമ്മളെ അറിയുമ്പോൾ, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുമ്പോൾ, നമുക്ക് കുറച്ചുകൂടി ശാന്തമായി, സമാധാനമായി, സ്നേഹപൂർണ്ണമായിട്ട് മുന്നോട്ട് പെരുമാറാൻ പറ്റും. നമുക്ക് നമ്മളോട് കമ്പാഷനേറ്റ് ആവാൻ പറ്റും. നമ്മുടെ ചുറ്റുപാടിനോട്, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളോടൊക്കെ നമുക്ക് കമ്പാഷനേറ്റ് ആവാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും മറ്റുള്ളവരെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ബ്ലെയിം ചെയ്തുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത് എല്ലാവരും അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. മാം, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഡിവോഴ്സ് കേസസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ കപ്പിൾസിൻ്റെ ഇടയിൽ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെൽഫ് ഹീലിംഗ് കോഴ്സ്, അതിൻ്റെ ഒരു പ്രസക്തി, അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുക? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യം അല്ലെ. ഞാനത് പറയാനായിട്ട് വരുമായിരുന്നു. കാരണം എല്ലാവരും പങ്കെടുക്കണമെന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കപ്പിൾസ് എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ നിരവധി ഡൈവോഴ്സ് കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ഡൈവോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഡൈവോഴ്സ് എന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു ഭയമായിരുന്നു. അയ്യോ, ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറയും, ഇങ്ങനെയുള്ള ചിന്തകൾ. പക്ഷെ ഇപ്പൊ ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് അതിന് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് എല്ലാ സമയത്തും ഡൈവോഴ്സ് അനിവാര്യമാണോ എന്നൊരു ചോദ്യം കൂടി അവിടെയുണ്ട്. ഇപ്പം അബ്യൂസ് നടക്കുക, ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് അവിടെ തുടരാൻ യാതൊരു തരത്തിലും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പുറത്ത് വന്നേ പറ്റുള്ളൂ അല്ലേ. അവിടെ നമുക്ക് ഡൈവോഴ്സ് അനിവാര്യം തന്നെയാണ്, നമ്മൾ പുറത്ത് വരണം. പക്ഷെ ഇപ്പൊ ആണെങ്കിൽ കല്യാണം കഴിഞ്ഞ് 2-3 മാസത്തിനകം അല്ലെങ്കിൽ 1-2 വർഷങ്ങൾക്കകം തന്നെ ഡൈവോഴ്സിലേക്ക് പോകുന്ന ഒരു കാഴ്ച ഒരു സാധാരണ കാഴ്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പേരിൽ ഇത് നടക്കുന്നത് കൊണ്ട് തന്നെ ആൾക്കാർക്കും ഒരു ഭയമോ അല്ലെങ്കിൽ ഇതങ്ങനെ ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ ആരിലും ഉണ്ടാവില്ല. ശരിക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ചാൻസ് കൊടുക്കാൻ പറ്റും. കാരണം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമ്പോൾ, ഒരു കമ്പാഷനേറ്റ് ആയിട്ട് പെരുമാറാൻ കഴിയുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഒരു ചാൻസ് അവർക്ക് കൊടുക്കാൻ പറ്റും. ഒരു കൗൺസിലിങ്, ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ സാധാരണ കൗൺസിലിംഗ് ആണ് നടക്കുന്നത് കൂടുതൽ. ഒരു ചാൻസ് കൊടുത്ത് അവർക്ക് കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ അതുപോലും വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് സാധാരണമാണ് ഇപ്പൊ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിനേക്കാളും എഫക്റ്റീവാണ് പ്രീ മാരിറ്റൽ ഹീലിംഗ് എന്ന് പറയുന്നത്, ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. കാരണം ഇമോഷണൽ ട്രോമയിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. അപ്പൊ 2 വ്യക്തികൾ, ഒരു ആണും പെണ്ണും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നു വരുന്നവരാണ് അല്ലെ. അവരൊരു ലൈഫിലേക്ക് വരുമ്പോൾ 2 പേർക്കും ഓരോരുത്തരും വളർന്ന സാഹചര്യം എന്താണെന്നറിയില്ല, ഓരോരുത്തരും കടന്നുപോയ അനുഭവങ്ങൾ എന്താണെന്നറിയില്ല. എന്തെങ്കിലും മൈൻഡിൽ ഒരു വിഷൻ കാണും, അല്ലെങ്കിൽ ഒരു ഇമാജിനേഷൻ കാണും, ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ഭാര്യ, അല്ലെ എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം എന്ന് 2 പേരുടെ മൈൻഡിലും കാണും. പക്ഷെ ഇവർ ഒരുമിച്ച് ചേരുന്ന സമയത്ത് ഇതിന് വിഘാതങ്ങൾ സംഭവിക്കുമ്പോൾ പരസ്പരം എന്ത് ചെയ്യേണ്ടി വരും? പൊരുതേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്. അപ്പൊ ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയും, ഞാൻ നിങ്ങളെ ഇങ്ങനെയല്ല വിചാരിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പൊ ശരിക്കും നമ്മളൊരു പ്രീ മാരിറ്റൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എടുക്കുകയാണെങ്കിൽ 2 പേരെയും, ഇപ്പം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും 2 പേരെയും അവര് കടന്നുപോയ ഇമോഷണൽ ട്രോമയെ കണ്ടെത്തി നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ചിലപ്പോൾ ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകൾ കാണും, അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്ന, ഡൈവോഴ്സ് ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്ന സാഹചര്യങ്ങൾ കാണും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ കാണും. ഇതെല്ലാം ചൈൽഡ്ഹുഡ് ട്രോമയ്ക്ക് കാരണമാണ്. ഒരു കുട്ടി റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്നത് തന്നെ അവരുടെ ഫാമിലിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തായിരിക്കും. അച്ഛൻ എങ്ങനെ അമ്മയോട് പെരുമാറുന്നു, അമ്മ എങ്ങനെ അച്ഛനോട് പെരുമാറുന്നു, അവർ തമ്മിൽ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, അവർ തമ്മിലുള്ള പെരുമാറ്റ രീതികൾ എന്താണ്, ഇതെല്ലാം കുട്ടി പിടിച്ചെടുക്കും. ഇതിന്റെ ബേസിസിലായിരിക്കും ഒരു ഫാമിലി ലൈഫ് അവരുടെ ഉള്ളിൽ വരുന്നത്.
ഇപ്പൊ ട്രൊമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന ഫാമിലിയിലുള്ള ഒരാണോ പെണ്ണോ ആണെങ്കിൽ, ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആണെങ്കിൽ ചിലപ്പോൾ അവർ വിവാഹം തന്നെ വേണ്ടെന്ന് വെക്കാം. കാരണം അവരുടെ മൈൻഡിലുള്ള വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങനെയാണ് വിവാഹ ജീവിതം. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് എനിക്ക് വിവാഹം? ഇനി ഒരു വീട്ടിലെ അമ്മയാണ് ഫുൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതെന്ന് വെച്ചോളൂ, അച്ഛൻ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എങ്കിൽ പെൺകുട്ടിയാണ് അവിടെ ഉള്ളതെങ്കിൽ ആ പെൺകുട്ടി പറയും, എന്തിനാണ് ഞാൻ ഇത്രയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് ഒരു വിവാഹം കഴിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. അമ്മ ചെയ്യുന്ന പോലെ എന്തായാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പെൺകുട്ടി ചിന്തിക്കുമ്പോൾ, അവിടെ ഒരു ആൺകുട്ടിയാണുള്ളതെങ്കിൽ ആ കുട്ടിയുടെ ചിന്ത എന്തായിരിക്കും? ഫാമിലി ലൈഫിൽ ഒരു പുരുഷനുള്ള സ്ഥാനം ഇതാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ ഇരുന്നാൽ മതി. ആരാണോ റോൾ ഏറ്റെടുക്കാൻ പറ്റുന്ന, അല്ലെ വൈഫായിട്ട് വരുന്നത്, ആ ആളെല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെയുള്ള ഒരാൾ ലൈഫിലേക്ക് കടന്നു വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ഒരാളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടി വരുന്ന പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? അതേപോലെ മറ്റു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഭയങ്കര കൺട്രോളിങ് ആയിട്ടുള്ള ഫാദർ ഉണ്ടെങ്കിൽ അവിടെ ഒരു പാഠം കൊടുക്കുകയാണ്. എന്താണ്? ഇതാണ്, ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. ആൺകുട്ടിയാണെങ്കിൽ ടിപ്പിക്കലി അത് കോപ്പി ചെയ്യും. പെൺകുട്ടിയാണെങ്കിൽ എന്ത് ആയിരിക്കും? ഭയമായിരിക്കും. അയ്യോ, എൻ്റെ ഭർത്താവ് ഇങ്ങനെയുള്ള ഒരാളായിരിക്കുമോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റും? എൻ്റെ ഫാമിലി ലൈഫ് എന്തായിരിക്കും? ഇതായിരിക്കും അതൊരു ജീവിതത്തിലേക്ക് കടക്കുന്ന നിമിഷം വരെ. നമുക്കറിയാം, നമ്മൾ എന്താണോ ഭയപ്പെടുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് അട്രാക്ട് ചെയ്തെടുക്കുന്ന പോലെയാണ്. യൂണിവേഴ്സിന്റെ ഒരു ലോ ആണ്. നമ്മൾ എന്താണോ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ലൈഫിലേക്ക് വരും എന്നുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? വളരെ കൺട്രോളിങ് ആയിട്ടുള്ള, അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരാളെ ആയിരിക്കും ഈ കുട്ടി ഫാമിലി ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. അവിടെ വീണ്ടും അപ്പോൾ ഡയലോഗ് മാറ്റി പറയാൻ തുടങ്ങും, എൻ്റെ അമ്മയുടെ എക്സ്പീരിയൻസ് തന്നെയാണല്ലോ എനിക്കും ഉണ്ടായിരിക്കുന്നത്. അവിടെ ആ ലൈഫിനോട് എന്ത് തോന്നും? വെറുപ്പ് തന്നെ തോന്നും. മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം തന്നെ എനിക്ക് ജീവിക്കേണ്ടായിരിക്കും, ഇങ്ങനെ ഒരു ലൈഫ് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതകൾ ഒരുപാട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരു ഹീലിംഗ് അവരെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിലീഫ് സിസ്റ്റം, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ബിലീഫ് സിസ്റ്റം നമ്മളെ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ എന്തൊക്കെ ബിലീഫ് സിസ്റ്റം ആണ് നമ്മളെ സ്റ്റക്ക് ചെയ്യുന്നത്, എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് നമ്മളെ സ്റ്റക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടെത്തി ആ ഇമോഷൻസിനെ ഹീല് ചെയ്ത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വളരെ കമ്പാഷനേറ്റ് ആയിട്ട് കാണാനും, ലവബിൾ ആയിട്ട് കാണാനും, അവരെ കൺസിഡർ ചെയ്യാനും ഒക്കെ മാറുന്ന തരത്തിൽ നമുക്ക് ഓരോ വ്യക്തികളെ മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു ഇന്നർ ചൈൽഡ് പ്രീ മാരിറ്റൽ സെൽഫ് ഹീലിംഗിലൂടെ നമുക്ക് സാധിക്കും. അല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്ത് സംഭവിക്കും? ഡൈവോഴ്സിന്റെ എണ്ണം കൂടിക്കൂടി വരും. ഈ ഡൈവോഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ ഈ രണ്ട് വ്യക്തികളെ മാത്രമല്ല അത് ബാധിക്കുന്നത് എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. അവരുടെ ഫാമിലി, ഇനി കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ വീണ്ടും ട്രോമാറ്റിക് ആയ ഇവന്റ്സിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ ശരിക്കും നമ്മൾ ചെയ്യേണ്ട, കുഞ്ഞുങ്ങളോട്, കല്യാണം കഴിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളോട് ധാർമ്മികപരമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവർക്കൊരു പ്രീ മാരിറ്റൽ ഹീലിംഗ് കൊടുക്കുക. അപ്പൊ ഈ അടുത്ത സമയത്ത് എനിക്കൊരു ക്ലയന്റ് വന്നതില്ല, അവരെന്നോട് പറഞ്ഞ ഒരു വാചകം ഇതാണ്: കല്യാണത്തിന് മുന്നേ എനിക്ക് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ ജീവിതം നശിക്കില്ലായിരുന്നു, എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയേനേമായിരുന്നു. അപ്പൊ അതിനുള്ള ചാൻസ് ആ കുട്ടിക്ക് നഷ്ടപ്പെടുകയാണ് അവിടെ ചെയ്തത്. അവർ ശരിയായിക്കൊണ്ടിരിക്കുന്നു, രണ്ടുപേരും നമ്മൾ ഹീലിങ്ങും കൗൺസിലിങ്ങും ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്നു, അവർ ശരിയായിക്കൊണ്ടിരിക്കുന്നു, അവർക്ക് ചാൻസ് ഉണ്ട്. ഇനിയും പ്രായമായ ഒരാളെ കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞ ഒരു ഉത്തരം ഇതായിരുന്നു: ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഇത് അന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ, അന്ന് എനിക്ക് ആരും ഇത് പറഞ്ഞു തന്നിട്ടില്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ലൈഫ് ഇപ്പോഴും തുടരാമായിരുന്നു. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാനും പ്രവർത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളുടെ ലൈഫ് അവിടെ ഞങ്ങൾക്ക് വേർപിരിയേണ്ടി വന്നത്. പക്ഷെ ആരെങ്കിലും ഈ ഒരു രീതിയിൽ, ഇത് പറയുന്ന ആളെന്ന് പറയുന്നത് ഏകദേശം ഒരു 55-60 വയസ്സുള്ള ഒരാളാണെന്ന് വെച്ചോണം. അപ്പൊ അവർ ആ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിനെ കുറിച്ച് ഇന്നും അവർക്ക് ഒരു ഇത് കേട്ടപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അയാളെ കൂടെ ഒരുമിച്ച് പോകാമായിരുന്നല്ലോ, എനിക്കിതാരും പറഞ്ഞു തന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത്.
ശരിക്കും നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അല്ലെ, നമുക്ക് ജീവിതം എന്ന് പറയുന്ന ഒന്നേ ഉള്ളെന്നാണ് പറയുന്നത്. അത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് മനോഹരമായിട്ട് സ്നേഹപൂർണ്ണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന ഒരേ ഒരു കാരണം കൊണ്ടാണ് ഇന്ന് ഡൈവോഴ്സ് നടക്കുന്നത്. ഇനി ഒരു കുട്ടിയൊക്കെ മാത്രമുള്ള വീടുകളിലാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അപ്പനും അമ്മയും ഭയങ്കര കെയർ കൊടുത്ത് വളർത്തുന്ന കുട്ടികൾ അല്ലേ, അവരെ ആഗ്രഹിച്ചതെല്ലാം അവർക്ക് കൊടുക്കുന്നു, ഒന്നിനും ഒരു വിഷമവും കാര്യങ്ങളും ഒന്നുമില്ല, ഭയങ്കര സംതൃപ്തിയോടെ വളരുന്ന ഒരു കുട്ടി. ആ കുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നത് ഒരുപാട് ആളുകളുള്ള ഒരു ഫാമിലിയിലേക്കാണെന്ന് വെച്ചോളൂ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ ഫാമിലിയിൽ നടക്കുന്നത് അങ്ങനെ ഒരാൾക്ക് പ്രത്യേക പരിഗണനയൊന്നുമില്ല. എല്ലാവരും എങ്ങനെയാണോ അതുപോലെയാണ് കാണുന്നത്. ഈ കുട്ടി അവിടേക്ക് ചെല്ലുമ്പോഴും അങ്ങനെ ആയിരിക്കും അവര് കാണുന്നത്. അവർക്കറിയില്ല ഇത്രയും സൗകര്യത്തിലും ഇത്രയും ലാളനയിലും ഇത്രയും പരിഗണനയിലും കഴിഞ്ഞ ഒരു കുട്ടിയാണ് ഇതെന്നുള്ളത് അവർക്കറിയില്ല. ഒരു നോർമൽ പേഴ്സൺ അവരുടെ വീട്ടിലൊരു കുട്ടിക്ക് എങ്ങനെ ഒരു പരിഗണന കൊടുക്കുന്നു അത് മാത്രമായിരിക്കും ഈ കുട്ടിക്ക് കൊടുക്കുന്നത്. പക്ഷെ ഈ കുട്ടിക്ക് അവിടെ എന്ത് ഫീൽ ചെയ്യും? അതിന് ഒരുപാട് ബുദ്ധിമുട്ട്. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ ആരും പരിഗണിക്കുന്നില്ല, എനിക്ക് ആവശ്യമുള്ളതൊന്നും തരുന്നില്ല, ഈ കംപ്ലൈന്റ് ആയിരിക്കും എപ്പോഴും പറയാനുള്ളത്. അപ്പൊ നോർമലി ചിന്തിക്കുമ്പോൾ ആ ഹസ്ബൻഡ് ആയിരിക്കുന്ന ആള് ചിന്തിക്കുന്നത് എന്താ കുറവ്, കൊടുക്കുന്നതിൽ ഒരു കുറവുമില്ല. ഇവിടെ എല്ലാരെയും എങ്ങനെ കാണുന്നു, എന്നെ എൻ്റെ ഫാമിലി എങ്ങനെ കാണുന്നു അതുപോലെ അവളെയും കാണുന്നുണ്ട്. പക്ഷെ എന്തിനാണ് ഇവളിങ്ങനെ കംപ്ലൈന്റ് പറയുന്നത് എന്നായിരിക്കും ആ ഹസ്ബൻഡ് ചിന്തിക്കുന്നത്. പക്ഷെ ഇത് അവർ തമ്മിലുള്ള എന്താ ക്ലാഷ് ആവും. കിട്ടുന്നില്ലെന്നും ഒരാൾ കൊടുക്കുന്നുണ്ടെന്നും ആവും. എന്താണ് കിട്ടാത്തതെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ കൊടുക്കുന്നത് അധികമാണെന്നുള്ള ചിന്ത പോലും ആ ഹസ്ബൻഡിനുണ്ടാവും. അത് അവരെന്ത് ചെയ്യുന്നു, ക്രമേണ ഡൈവോഴ്സിലേക്ക് വഴിതെളിക്കുകയും ചെയ്യും. അപ്പോൾ ഒരാളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അവരേത് സിറ്റുവേഷനിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അല്ലെ. ഇനിയിപ്പോൾ അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം ഒരു ഭാര്യയോട് ഞാൻ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഒരു ഭർത്താവിനോട് ഞാൻ പെരുമാറേണ്ടത്, അവർക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എന്ന് മനസ്സിലാക്കാൻ നമുക്കിതിലൂടെ സാധിക്കും. ഇപ്പൊ പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ 10-25 വർഷം അവർ ജനിച്ച് വളർന്ന ഒരു വീടൊക്കെ വിട്ട് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ അല്ലെങ്കിൽ സിബ്ലിങ്സിനെയൊക്കെ വിട്ടിട്ടാണ് ഒരു പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നത്. അവിടെ തീർച്ചയായിട്ടും അവർക്കൊരു ഇൻസെക്യൂർ ഫീലിംഗ് കാണും. ആ ഇൻസെക്യൂർ ഫീലിംഗ് മാറ്റിയെടുത്ത് അവരെ സെക്യൂർ ആക്കുക എന്നുള്ളത് ശരിക്കും ആ ഹസ്ബൻഡിന്റെ ചുമതല തന്നെയാണ്. പക്ഷെ അവരുടെ വീട്ടിലായതുകൊണ്ട് ഈ കുട്ടി അനുഭവിക്കുന്ന ഇൻസെക്യൂരിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് സാധിക്കില്ല. അപ്പൊ അയാൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കും. പക്ഷെ ആ സെക്യൂരിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇൻസെക്യൂർ ആണ്, അല്ലെങ്കിൽ അവൾ ഇന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നതാണ്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ വായിച്ച ഒരു ബുക്കിൽ വായിച്ച ഒരു സംഭവം ഓർമ്മ വരികയാണ്. അതൊരു നോവലിലാണ്. ആ ഒരു കല്യാണം കഴിക്കാനിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അതിൻ്റെ അപ്പാപ്പനോട്, ഗ്രാൻഡ് ഫാദറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ അവിടെ പോയാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? എന്നെ നിങ്ങൾ അങ്ങോട്ട് പറിച്ചു നടുവല്ലേ? എന്തായിരിക്കും എൻ്റെ അവിടുത്തെ അവസ്ഥ? എന്നെ ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? എന്നെ അവരെ ഞാനായിട്ട് ഉൾക്കൊള്ളുമോ? ഈ ആശങ്കയോടുകൂടിയാണ് ശരിക്കും ഓരോ പെൺകുട്ടിയും ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. ഇതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പറ്റുമോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനും ആ ഹീലിങ്ങിലേക്ക് കൊണ്ടുപോകാനുമായിട്ട് ഇന്നർ ചൈൽഡ് സെൽഫ് ഹീലിങ്ങിലൂടെ സാധിക്കും. പ്ലസ് അവരുടെ ഫാമിലിയിൽ അവരനുഭവിച്ച ഇമോഷണൽ ട്രോമാസ്, നേരത്തെ ഞാൻ പറഞ്ഞു, ബ്രോക്കൺ ഫാമിലി ആയിട്ടുള്ളവർ, സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുന്നവർ, അപ്രതീക്ഷിതമായിട്ട് അച്ഛനും അമ്മയും മരിച്ചു പോയവർ, അല്ലെങ്കിൽ വീട്ടിലെപ്പോഴും ബഹളവും വഴക്കും ഒക്കെ നടക്കുന്ന ഫാമിലീസ്, ഇവിടെയൊക്കെ ഉള്ളവർ ഓരോ ഭയങ്കര ട്രോമാസ് വഹിച്ചുകൊണ്ടാണ് ഈ ഫാമിലി ലൈഫിലേക്ക് കൊണ്ടുപോകുന്നത്. ഡൈവോഴ്സ് നടന്നാണെങ്കിൽ അവരുടെ ലൈഫിലും ഉണ്ട്, എൻ്റെ ജീവിതത്തിൽ ഈ ഡൈവോഴ്സ് നടക്കും, എങ്ങനെ ആയിരിക്കും? അപ്പൊ ഈ ട്രോമാസിനെ കണ്ടെത്തി നമുക്ക് ഹീൽ ചെയ്യാൻ കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണമായിട്ട് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനും പോകുന്ന അന്തരീക്ഷം അക്സെപ്റ്റ് ചെയ്യാനും സുഗമമായി മുന്നോട്ട് പോകാനും സാധിക്കും. ഇനി അവിടെ എന്തെങ്കിലും ഒരു പൊട്ടിത്തെറികൾ ഉണ്ടായാൽ പോലും, കാരണം ലൈഫാണ്, നമുക്ക് പറയാൻ പറ്റില്ല എല്ലാം സ്മൂത്തായിട്ട് എപ്പോഴും പോകണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ചില പ്രശ്നങ്ങൾ ഫാമിലി ആകുമ്പോൾ ഉണ്ടാവും. പക്ഷെ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഈ ഇന്നർ സൈഡ് സെൽഫ് ഹീലിംഗ് അവർക്ക് തീർച്ചയായിട്ടും നൽകും. അങ്ങനെയാണെങ്കിൽ ഡൈവോഴ്സിൻ്റെ എണ്ണം കുറയും, ഫാമിലി ലൈഫ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പോവും, കുഞ്ഞുങ്ങൾ വളരെ സന്തോഷമായിട്ട്
പോകും. എപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. ഇപ്പം ഒരു പ്രശ്നം ഉണ്ടായി രണ്ടുപേർക്കും പിരിയണമെന്ന് തോന്നിയാലും എന്താണ് ഈ കുട്ടിയുടെ അവസ്ഥ എന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സ് ചിലപ്പോൾ അപ്പം ഉണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഞാൻ ഇങ്ങനെ ചെയ്താൽ എൻ്റെ കുട്ടിക്കും ഇങ്ങനെ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ആ ടൈമിൽ എങ്ങനെ അവനെ കെയർ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ ഈ ഡൈവോഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്ന വളരെ എന്താ പറയുക സന്തോഷകരമായ ഫാമിലി ലൈഫിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അപ്പോൾ ഒരു പുതിയ ജനറേഷൻ അവിടെ ഉണ്ടാവുന്നതും അത്രയും മനോഹരമായിട്ടുള്ള, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജനറേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. നമുക്കറിയാം, അല്ലെങ്കിൽ എന്ത് ഈ വയലൻസ് കൂടുന്നത്, പരസ്പരം മനസ്സിലാക്കാതെ പോകുന്നത്, അരാജകത്വത്തിലേക്ക് നമ്മുടെ കൺട്രി തന്നെ പോകുന്നത് ശരിക്കും എന്താണ്, ഈ ഫാമിലി ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം സമാധാനമില്ല, സന്തോഷമില്ല, സ്നേഹമില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഒക്കെ സാധിക്കുന്നത്? അപ്പൊ നല്ല ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ, അതിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നന്നായി ചിന്തിക്കാൻ കഴിയുന്ന ഫാമിലീസ്. നമ്മൾ പറയും വ്യക്തി നന്നായാൽ ആ ഫാമിലി നന്നാവും, ഫാമിലി നന്നായാൽ ആ സമൂഹം നന്നാവും, സമൂഹം നന്നായാൽ ഒരു രാജ്യം തന്നെ നന്നാവും, ഓരോ രാജ്യങ്ങളും നന്നായി ലോകം തന്നെ ബ്യൂട്ടിഫുൾ ആവും, അല്ലെ? അപ്പൊ മനോഹരമായ ഒരു ലോകം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോകം, സമാധാനവും സന്തോഷവും സ്നേഹവും നിറഞ്ഞൊരു ലോകം, അതാണ് നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത്. ആ സ്വപ്നത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ പൂർണ്ണമായിട്ട് സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പ്രീ മാരിറ്റൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് അറ്റൻഡ് ചെയ്ത് ഇരിക്കണം എന്ന് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നു. കാരണം അത് അത്രയും മനോഹരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും, നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുപോകും, മറ്റുള്ള ആളുകളിലേക്ക് കൊണ്ടുപോകും, നമ്മുടെ ചുറ്റുപാടിലേക്ക് കൊണ്ടുപോകും. ഈ ഒരു സൊസൈറ്റിക്കും നമുക്കും ഫാമിലിക്കും ഒക്കെ നന്മ പകരുന്ന, വെളിച്ചം പകരുന്ന ഒരാളായിട്ട് നമുക്ക് മാറാനും സാധിക്കും.